ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ തവണ ഒരു ഫാനിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫാൻ പെയിൻറ്റ് ചെയ്യുന്ന. അപ്പോൾ അതിനകത്ത് ചിലവ് ഇച്ചിരി അധികമാണെന്നുള്ള രീതിയിൽ ചിലർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. കാരണം ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ തവണ പെയിൻറ്റ് ചെയ്ത ആ പെയിൻറ്റ് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തവണയും പെയിൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കൂടെ വ്യത്യസ്തമായൊരു ഡിസൈൻ ശൈലിയും കൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് ഭംഗിയാണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് കൃത്യമായി അതിൻ്റെ കളർ ടോണൊക്കെ കറക്റ്റായി ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് എടുക്കാൻ പറ്റും. ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കുക. അപ്പം അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മളൊരു 120 പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഫാനിൻ്റെ തുരുമ്പ് പിടിച്ചതും പെയിൻറ്റ് ഇളകിയായിട്ടുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. കുറച്ച് നല്ല വൃത്തിയാക്കിയ ശേഷം നമ്മളൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ആ പൊടിയെല്ലാം തട്ടി ശരിക്കും ക്ലീൻ ചെയ്യുക. എല്ലാ ഭാഗത്തും പൊടികളെല്ലാം തട്ടി ക്ലീൻ ചെയ്യാം. അതിനുശേഷം നമ്മൾ NC തിന്നർ, നമ്മുടെ അതിൽ നേരത്തെ കഴിഞ്ഞ തവണ മേടിച്ച NC തിന്നർ കുറച്ചുണ്ട്. NC തിന്നർ ഒരു ചെറിയ കോട്ടൺ വേസ്റ്റ് എടുത്തിട്ട് നമ്മൾ പൊടിയുള്ള ഭാഗങ്ങളും ഫാനിൻ്റെ ചെളിയുള്ള ഭാഗങ്ങളെല്ലാം നന്നായിട്ട് തുടച്ചൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. അങ്ങനെ ശരിക്കും എല്ലാ ഭാഗത്തും നമ്മൾ തുരുമ്പ് പിടിച്ച ഭാഗങ്ങളെല്ലാം നന്നായിട്ട് തുടച്ച് ക്ലീൻ ആക്കി എടുക്കുക. അതിനുശേഷമാണ് നമ്മൾ പെയിൻറ്റ്, നമ്മളിതിൻ്റെ ഫാനിൻ്റെ പുറകുവശം പെയിൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, നമ്മൾ അടിവശം മാത്രമേ ശരിക്കും ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. അപ്പം പെയിൻറ്റ് ഉള്ള പെയിൻറ്റ് കൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം ആ വൈറ്റ് പെയിൻറ്റാണ്. വൈറ്റ് പെയിൻറ്റ് നമ്മളിപ്പോൾ ഫാനിന് 2 കോട്ട് അടിക്കണം. നമ്മളൊന്ന് ആദ്യം അടിച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നുകൂടെ അടിച്ച് വിടണം. 2 തവണയായിട്ട് വൈറ്റ് പെയിൻറ്റ് ഫിനിഷ് ചെയ്യാം. ഇപ്പം ഏകദേശം 2 കോട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഉണങ്ങിയിട്ടുണ്ട്, ഏകദേശം ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പം മുഴുവനായിട്ട് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെയാണ് ഈ ഡിസൈൻ ചെയ്യുന്നത് നല്ലത്. ശരിക്കും പെയിൻറ്റ് ഉണങ്ങരുത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പേപ്പർ എടുത്ത ശേഷം അതിൽ കുറച്ച് മണ്ണെണ്ണയോ ടർപ്പൻ്റെനോ ഉപയോഗിക്കുക. NC തിന്നർ ഉപയോഗിക്കരുത്. മണ്ണെണ്ണയോ ടർപ്പൻ്റെനോ ഉപയോഗിച്ചിട്ട് തീ കത്തിക്കുക. അത് കരിയണം. മണ്ണെണ്ണയാണെങ്കിൽ അങ്ങനെ കരി വരുള്ളൂ. എന്നിട്ട് നമ്മൾ ഈ വൈറ്റ് പെയിൻറ്റ് ചെയ്തതിന് മേലെ കൂടെ ഈ പുക ഇങ്ങനെ നമ്മൾ ഒരു പ്രത്യേക സ്പീഡിൽ ഇങ്ങനെ ഓടിക്കുമ്പോൾ അതിലൊരു പുക പിടിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിൽ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഡിസൈൻ നിങ്ങൾ കണ്ടു നോക്കുക. ഇപ്പോൾ ഡിസൈൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നോക്കി ഇതിൽ കൂടെ നമ്മൾ കാണുമ്പോൾ അറിയാം ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. അത് ഡാർക്കോ ലൈറ്റോ നിങ്ങളുടെ ഇഷ്ടത്തിന് അത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റായിട്ടൊക്കെ കൊടുക്കാം. ഇപ്പോൾ ഇച്ചിരി ഡാർക്കായിട്ടാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ചെയ്യാനുള്ളത് ഇതിന് മേലെ ക്ലിയർ കോട്ട് ചെയ്യാനുള്ള ക്ലിയർ കോട്ടാണ് നമുക്ക് എക്സ്ട്രാ അതിനകത്ത് മേടിക്കേണ്ട വന്ന സംഭവമാണ്. ഇത് ഓൺലൈനിൽ 250 രൂപ റേഞ്ചാണ് ഇതുള്ളത്. നമുക്കിത് വുഡിൻ്റെ മേലെയോ ഒക്കെ നമുക്ക് അടിക്കാവുന്ന പോളിഷ് പോലത്തെ സാധനമാണ്. അപ്പോൾ നമ്മൾ ഈ പുകേൻ്റെ മേലെ നമ്മൾ ഇത് തൊട്ടാൽ മാഞ്ഞു കഴിക്കാൻ വേണ്ടി നമ്മളതും ഒരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലിയർ കോട്ട് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ക്ലിയർ കോട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഫാനൊരു ഗ്ലേസിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. ഇത് നമ്മളൊരു 1 മണിക്കൂറോളം കഴിയുമ്പോൾ തന്നെ ഇത് ഉണങ്ങി കിട്ടുന്നതാണ്. നമുക്ക് അതിന് ശേഷം ഫിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഡിസൈൻസ് നിങ്ങൾ ഡാർക്കായിട്ടോ ലൈറ്റായിട്ടോ എങ്ങനെ വേണം ചെയ്യാം. ഞാനിപ്പോൾ ഇച്ചിരി ഡാർക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും ഇത്തരം ഐഡിയാസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിങ്കി മീഡിയ 2.1 എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.